അതേ കൂട്ടുകാരെ, നമുക്ക് പലപ്പോഴും കറികളിലും പായസവും ഒക്കെ വെക്കുമ്പോൾ തേങ്ങാപ്പാൽ ആവശ്യമാണ്. അത് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാൽ ചിലപ്പോഴൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളിത് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങണം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ കോക്കനട്ട് മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇതിലടങ്ങിയിരിക്കുന്ന കോക്കനട്ട് എക്സ്ട്രാക്റ്റിൽ പല കമ്പനിക്കും പലതാണെന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ഈ ഒരു കമ്പനി നോക്കാം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കോക്കനട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് വെറും 70% മാത്രമാണ്. ഇനി നമുക്ക് മറ്റൊരു കമ്പനി നോക്കാം. ഇതിനകത്ത് എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കാവേ. ഇതിനകത്ത് 82% കോക്കനട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പം മറ്റതിനേക്കാളും 12% കൂടുതലുണ്ട് ഇതിനകത്ത്. ഇനി മറ്റൊരു കമ്പനി നോക്കാം. ഇതൊരു വലിയ ഷോപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കമ്പനികളുടെ കോക്കനട്ട് മിൽക്കുണ്ട്. ഇതിൽ 80% കോക്കനട്ട് എക്സ്ട്രാക്റ്റ് വരുന്നത്. ഇനി മറ്റൊരു കമ്പനി നോക്കാം. ഇതിനകത്ത് 85% കോക്കനട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും മെച്ചം അതാണ്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരെണ്ണത്തിൽ ഇത് കോക്കനട്ട് ലൈറ്റാണ്. എക്സ്ട്രാക്റ്റ് വളരെ കുറവായിരിക്കും. 23% കോക്കനട്ട് എക്സ്ട്രാക്റ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളമായിരിക്കുമോ കൂടുതൽ? വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് കൂടിയത് വാങ്ങിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്തെടുത്താൽ പോരെ. എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഇതിനകത്ത് കോക്കനട്ട് മിൽക്കിൻ്റെ എക്സ്ട്രാക്റ്റ് 23% മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. ഇതിനകത്ത് കാണുന്നത് 68% കേട്ടോ. കോക്കനട്ട് എക്സ്ട്രാക്റ്റ് വരുന്നത് 68%. ഈ ബിയോ ഒക്കെ എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കുമല്ലോ പ്രൈസ്. ഇത് 400 ml തന്നെയാണ്. 68%. ഈ കോക്കനട്ട് മിൽക്കിന് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത് കോക്കോസ് മിൽഷ് എന്നാണ്. ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. വിലയും താരതമ്യേന കുറവാണ്. കോക്കനട്ട് എക്സ്ട്രാക്റ്റ് 82% ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.